ആദ്യമായിട്ട് പുള്ളിക്കാരി ഓർ പുള്ളിക്കാരനെ ഒന്ന് കാണാൻ വേണ്ടി നമുക്കിന്ന് എല്ലാ ക്വസ്റ്റ്യൻസിനുള്ള ഒരു ആൻസർ കിട്ടുന്ന ഒരു ദിവസം കൂടെയാണ്. ഈ ഒരു പരിപാടിക്ക് മുന്നേ നമ്മുടെ ബ്ലാഡറൊക്കെ എംപ്റ്റി ആയിരിക്കണമല്ലോ. അതോ നോക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തൊക്കെയൊക്കെ ഒരു പ്രത്യേക തരം ചോദിച്ചു ഹാർട്ട് ബീറ്റ് ഒന്ന് കേൾപ്പിച്ചു തരുമോ എന്നുള്ളത്. പക്ഷെ എന്താ പറഞ്ഞ് പോവാണ്, കാരണം എൻ്റെ ഭാഗത്ത് ചെറിയൊരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് പറ്റിയായിരുന്നു. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ജസ്റ്റ് അടിപൊളിയായിട്ടിരിക്കണു എന്ന് പറഞ്ഞാൽ പോരാട്ടോ, സാധാരണ ഉള്ളതിനേക്കാളും അടിപൊളിയായിട്ടും എനർജറ്റിക് ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുന്നു. കാരണം നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് പുള്ളിക്കാരി ഓർ പുള്ളിക്കാരനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ ആദ്യത്തെ അൾട്രാസൗണ്ട് ആണ് കേട്ടോ. അല്ല, നമ്മുടെ ആദ്യത്തെ അൾട്രാസൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഫസ്റ്റ് ഡോക്ടർക്കാണ് ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നത്. ഡോക്ടറുടെ കൺസെൻറ്റോട് കൂടെ ആയിരുന്നു നമ്മൾ ഇറ്റലിയിൽ ട്രാവൽ ചെയ്തും എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം എന്നാണ് അൾട്രാസൗണ്ട് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറ്റ്ലീസ്റ്റ് ഒരു 2 months നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം, എന്നാലാണ് നമുക്ക് കാണാനുള്ള എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ഡേറ്റ് അവർ തന്നിട്ടുണ്ടായിരുന്നു അൾട്രാസൗണ്ടിന് ഹോസ്പിറ്റലിലോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് കൃത്യം 3 മണിക്കാണ് നമ്മൾ ആദ്യമായിട്ട് ഒന്ന് കാണാൻ വേണ്ടി പോകണം. അപ്പോൾ കുറച്ച് ലുക്കായിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ രണ്ടുപേരും. കാരണം ആദ്യമായിട്ട് കടയിലൊന്നും ഇമ്പ്രസ് ചെയ്യാൻ പറ്റിയല്ലോ. നമ്മളിനൊരു എന്താ പറയുക, കുറവുള്ള ആൾക്കാരൊന്നും പുള്ളിക്ക് തോന്നണ്ട. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ്. ആസ് യൂഷ്വൽ വെതറിനെ പറ്റി പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു പൊട്ട വെതറാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയാണ്. പക്ഷെ ഇന്ന് വെതർ എന്നൊന്നും എന്നെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല, കാരണം ഇന്നത്തെ ഫോക്കസേ വേറെയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ. പിന്നെ സമയം കളയണ്ട, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഇവിടെ പൊതുവേ നെതർലാൻഡ്സിൽ നമ്മളിപ്പോൾ പ്രഗ്നൻ്റ് ആണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ GPനെയാണ് ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യുക. GP എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു ജനറൽ പ്രാക്ടീഷണർ അല്ലേ. അപ്പോൾ GPനെയാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുക. നമ്മളൊക്കെ ഒരു GP രജിസ്റ്റേർഡ് ആണ്. ഇവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് 10 minute ദൂരമുള്ള സ്ഥലം, അങ്ങനെ എന്തൊക്കെയോ ക്രൈറ്റീരിയാസ് ഉണ്ട് നമ്മൾ GPനെ സെലക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഒരു MBBS ഇക്വലന്റ് വരുന്ന രീതിയിലായിരിക്കാം GPയുടെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ വരുന്നത്. കൃത്യം എനിക്കറിയില്ല. അപ്പോൾ GPനെയാണ് നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കോണ്ടാക്ട് ചെയ്യാം. GP നമ്മളെ ഒരു ബ്ലഡ് ടെസ്റ്റിന് അയക്കും. കാരണം ബ്ലഡ് ടെസ്റ്റിലും കൂടെ നമ്മൾ കൺഫേം ചെയ്യണം നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന്. അതിനുശേഷം നമ്മളെ മിഡ് വൈഫിൻ്റെ അടുത്തോട്ടാണ് അയക്കുക. ഇവിടെ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ മിഡ് വൈഫ് തന്നെയാണ് പൊതുവേ നമ്മുടെ ഡെലിവറിയും കാര്യങ്ങളും എല്ലാം ഡീൽ ചെയ്യുക. പക്ഷേ മിഡ് വൈഫ് നോക്കുന്നതിനിടയിൽ എന്തെങ്കിലും ചെറിയ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈനക് റിലേറ്റഡ് ആയിട്ടുള്ള ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മളെ ഡോക്ടറാണ് ചെക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു കുട്ടിയാവാം എന്നൊക്കെ പറ്റി ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് PCOSൻ്റെ ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് മുന്നേ ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെറ്റർ കാര്യം നമുക്ക് രണ്ടുപേർക്കും തോന്നിയത് നമ്മൾ GPയുടെ അടുത്ത് പോയി ഒന്ന് കോൺടാക്ട് ചെയ്യാം, ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കാം, എൻ്റെ ബ്ലഡിലുള്ള അയോൺ മിനറൽ കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം PCOSൻ്റെ സ്റ്റേറ്റസ് എന്താണെന്നൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു പരിപാടിയിലോട്ട് കിടക്കാമെന്നായിരുന്നു. അപ്പോൾ ബ്ലഡ് ടെസ്റ്റിന് ശേഷം എനിക്ക് GP തന്നെ ഇവിടുത്തെ ഡോക്ടറെ അടുത്തോട്ട് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം PCOSൻ്റെ സ്റ്റേറ്റസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല, പെർഫെക്റ്റ്ലി ഫിറ്റാണ്, നമുക്ക് കാര്യങ്ങളെല്ലാം പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഫ്യൂ മന്ത്സിനുള്ളിൽ തന്നെ നമ്മൾ കൺസീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ്ലി കോൺടാക്ട് വരുന്നത് GPനെ ആയിട്ടല്ല. കാരണം ഞാൻ ഓൾറെഡി ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ പേഷ്യൻ്റ് ആയത് കാരണം എനിക്ക് ഡയറക്റ്റ് കോൺടാക്ട് വരുന്നത് ഇവിടെ ഹോസ്പിറ്റലിലുള്ള ഗൈനക്കോളജിസ്റ്റിനായിട്ട് തന്നെയാണ്. ഇവിടെ ഗൈനക്കോളജി എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ എനിക്ക് രണ്ടും കൂടെ മിക്സ് ആയതാണ്. അപ്പോൾ ഡോക്ടറായിട്ട് തന്നെയാണ് ഫസ്റ്റ് കോൺടാക്ട് വരിക. അതിനുശേഷം എൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റലിലായിരുന്നു. എൻ്റെ എല്ലാ കൺസേൺസും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുക ഇമെയിൽ വഴിയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ഇനീഷ്യൽ ഫേസിൽ നമ്മൾ ഇമെയിൽ അയച്ചിട്ടാണ് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് അതിൻ്റെ ഒരു വഴി എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. നമ്മളിനി ഏകദേശം ഒരു 11 minute ഹോസ്പിറ്റലിലെത്തും, 2:34 3 മണിക്കാണ് നമ്മുടെ അപ്പോയിൻമെൻറ്റ്. എക്സൈറ്റഡ് ആണോ വിഷ്ണു? വിഷ്ണുവിന് ഫസ്റ്റ് ടൈം ഉള്ള അൾട്രാസൗണ്ട് ആയത് കാരണം വിഷ്ണുവിന് എക്സൈറ്റ്മെന്റിന്റെ ഒപ്പം തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്ര കാലം പറയാത്ത ഒരു ചെറിയ രഹസ്യം ഞാൻ പറയട്ടെ. എനിക്ക് ട്വിൻസ് ഉണ്ടാവാനുള്ള ഒരു പ്രോബബിലിറ്റി, അത്യാവശ്യം നല്ലൊരു പ്രോബബിലിറ്റി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 കാരണങ്ങളാണ്. ഒന്ന്, എൻ്റെ അച്ഛൻ ട്വിൻസിൽ ഒരാളാണ്. അപ്പോൾ പെറ്റേണൽ സൈഡിൽ നിന്ന് ഈ ഒരു ഹെറിഡിറ്ററി കുറവാണെങ്കിലും ആ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു.
പിന്നെ 2, ഇതിനു മുന്നേ 2 തവണ നടത്തിയ ഓവുലേഷൻ സ്കാനിലും എനിക്ക് 2 എഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹൈ പ്രോബബിലിറ്റി ഓഫ് ട്വിൻസ് ഉണ്ട് എന്നുള്ളത് ഡോക്ടർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ ആദ്യത്തെ സ്കാനിങ് ആവുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. കാരണം ഒരാളാണോ 2 ആളാണോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. എന്തായാലും ഇന്നത്തെ സ്കാനിങ് കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങൾക്കെല്ലാം കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. നമുക്കിന്ന് എല്ലാ ക്വസ്റ്റ്യൻസിനുള്ള ഒരു ആൻസർ കിട്ടുന്നൊരു ദിവസം കൂടെയാണ് കേട്ടോ. കാരണം നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് പ്രഗ്നൻസി കിറ്റിൽ പോസിറ്റീവ് ആണെന്ന് കാണിച്ചു. പിന്നെ നമുക്ക് എത്ര വീക്ക് പ്രഗ്നൻ്റ് ആയി എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രഗ്നൻസി കിറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ 1-2 കൺഫർമേഷൻസേ നമ്മുടെ കയ്യിലുള്ളൂ. ഇന്നാണ് പൊതുവേ ഇവിടെയൊക്കെ മെഡിക്കൽ സിസ്റ്റം കുറച്ച് സ്ലോ ആണെന്ന് പറയുമല്ലോ. പക്ഷെ വൺസ് GP കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങളെല്ലാം പോവുക. അതിൻ്റെ ഒപ്പം തന്നെ ഇവരുടെ അനാലിസിസും കാര്യങ്ങളും എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്കിവിടെ ഒരു ID കാർഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ വന്നു എന്നുള്ളൊരു കൺഫർമേഷൻ ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ വന്നു എന്ന് കുറച്ച് പേര് ഇങ്ങനെയല്ലോ വയ്ക്കുക. നമ്മുടെ ഡേ ടിക്കറ്റ് അവരടിച്ചു തരും. പൊതുവേ നമ്മൾ ഇങ്ങനെ എല്ലാവരും പറയാറില്ലേ, യൂറോപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ സിസ്റ്റം കുറച്ച് സ്ലോ ആണ്, അപ്പോയിൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന്. നെതർലൻഡ്സിലും അങ്ങനെ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ GP കഴിഞ്ഞ് നമ്മൾ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തോട്ട് എത്തില്ലേ, അങ്ങനെയായി കഴിഞ്ഞാൽ നോ ഒന്നുമില്ല, ഓവർസ്ലാൻ യാ നമ്മൾ കുറച്ച് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ എൻ്റർ ചെയ്യണം. അപ്പോൾ നമ്മൾ GP കഴിഞ്ഞിട്ട് നമ്മൾ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യവും ഭയങ്കര ഫാസ്റ്റാണ്, ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. സ്ലോ എന്നുള്ളൊരു സംഗതി ഇല്ല. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള അപ്പോയിൻമെന്റ്സും കാര്യങ്ങളും കിട്ടാം. സമയമാണ് ഇവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യം 10:05 അവർ വിളിക്കും. വെയിറ്റിംഗ് റൂം 2 വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 3 മണിക്ക് കൃത്യം അവർ വിളിക്കും. ഇവിടെ വെയിറ്റിംഗ് നമ്പർ 2 വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 2:50 ഉള്ളൂ. 3 മണിയാകുമ്പോൾ അവർ വിളിക്കുന്നുണ്ടായിരിക്കും. പൊതുവേ തിരക്ക് കുറച്ച് കുറവാണ്. ഞാൻ പറഞ്ഞില്ല, ഇതിന് മുന്നേ ഞാൻ 1-2 തവണ നമ്മുടെ PCOSൻ്റെ ഇഷ്യൂസിൻ്റെ കാരണം ഇവിടെ വന്ന സമയത്ത് കുറച്ചും കൂടെ തിരക്കുണ്ടാവാറുണ്ട് കേട്ടോ. കുറച്ചും കൂടെ നേരത്തെയാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാറ്, രാവിലെ 7:30 ആ സമയത്ത്. അപ്പോൾ ഈ ഒരു പരിപാടിക്ക് മുന്നേ നമ്മുടെ ബ്ലാഡറൊക്കെ എംപ്റ്റി ആയിരിക്കണമല്ലോ. അതോ നോക്കിയിട്ട് എനിക്ക് ഇതുവരെ അങ്ങനെ മേജറായിട്ടൊരു പ്രഗ്നൻറ്റ് ഫീലൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇപ്പം ആദ്യമായിട്ട് അവരെന്നോട് ഈ പറഞ്ഞതുപോലെ യൂറിനേറ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. കാരണം നമ്മുടെ ബ്ലാഡറൊക്കെ എംപ്റ്റി ആയിരിക്കണമല്ലോ. അതൊക്കെ പറഞ്ഞ് ഇപ്പം ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തൊക്കെയൊക്കെ ഒരു പ്രത്യേക തരം ഇമോഷൻ. ഇങ്ങനെയുള്ള എല്ലാ അപ്പോയിൻമെൻറ്റ്സിലും നമുക്ക് ഡോക്ടറിനെ മീറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ ഒരു നേഴ്സായിരിക്കും നമ്മുടെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക. സ്കാനിങ് ഡേ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ട്വിൻസ് അല്ല എന്ന് അവർ കൺഫേം ചെയ്തു. നമുക്ക് ഒരു എംബ്രിയോ മാത്രമാണേ ഉള്ളൂ. പിന്നെ ഇവിടെ ഫോട്ടോ വീഡിയോ റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ ഒരു റൗണ്ട് ഓഫ് ചെക്കിങ്ങിന് ശേഷം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഓർ ഫോട്ടോസ് എടുത്തോളാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫസ്റ്റ് സ്കാനിങ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിലീഫ് ഉണ്ടല്ലോ, എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ആയതുപോലെയായിരുന്നു. വിഷ്ണു ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ചോദിച്ചു ഹാർട്ട് ബീറ്റ് ഒന്ന് കേൾപ്പിച്ചു തരുമോ എന്നുള്ളത്. പക്ഷെ എന്താ പറഞ്ഞത്, അത്ര അടുത്ത് പോയി കഴിഞ്ഞാൽ അത് എംബ്രിയോയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ കേൾപ്പിച്ചു തരാം. അവർ കേൾപ്പിച്ചു തരില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് ഓടാൻ പറ്റുമോ, ചാടാൻ പറ്റുമോ, 5 കിലോമീറ്റർ ഓടാൻ പറ്റുമോ, ജിമ്മിൽ പോകാൻ പറ്റുമോ, ഡാൻസ് കളിക്കാൻ പറ്റുമോ, റീൽസ് എടുക്കാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, യു ആർ ജസ്റ്റ് പ്രഗ്നൻറ്റ്, യു ആർ നോട്ട് ഇൽ എന്ന്. എനിക്കിഷ്ടപ്പെട്ട റെസ്പോൺസ്. അപ്പോൾ വിഷ്ണു മനസ്സിലായോ, ഞാൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഒരു ചായ കുടിച്ചിട്ട് പോവാം. അത് കഴിഞ്ഞു. നമുക്ക് ആ ഒരു ഫസ്റ്റ് അൾട്രാസൗണ്ട് വരെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുമല്ലോ, അതിനൊക്കെ ഉള്ളൊരു ഉത്തരം കിട്ടി. ഇന്ന് എന്നിട്ട് ഇനി വിളിച്ചൊന്ന് വെല്ലച്ചൻ്റെ അടുത്തും അമ്മമ്മയുടെ അടുത്തും ദീമേമ്മയുടെ അടുത്തൊക്കെ ഒന്ന് പറയണം. അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും രോഹിത്തിൻ്റെ അടുത്തും മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാവരുടെ അടുത്തും ഒന്ന് ഇന്ന് പറയണം. കുറച്ചും കൂടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്തൊക്കെ നിന്ന് പറയണം.
കഴിഞ്ഞൊരു 10 ആഴ്ചയായിട്ട് ഞാനിങ്ങനെ വെമ്പല് കൊണ്ടിരുന്നിരുന്ന കാര്യമായിരുന്നു ഇതൊന്ന് അമ്മമ്മയുടെയും വെല്ലച്ചൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 100% കൺഫർമേഷൻ ഇല്ലാതെ പറയാൻ എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം എങ്ങാനും ഇനി അങ്ങനെയൊന്നും അല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അവർക്കൊരു വിഷമാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്കാനിങ് കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന വെല്ലച്ചനെയും അമ്മമ്മേനെയും വിളിക്കുകയാണ് ചെയ്തത് കേട്ടോ. അമ്മമ്മയ്ക്ക് പ്രായത്തിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടൊക്കെ വന്നതിന് ശേഷം ഞാൻ അമ്മമ്മേനെ ഒട്ടും അങ്ങനെ യൂട്യൂബിലൊന്നും കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അമ്മമ്മയുടെ പിക്ചർ ഞാൻ ചെറുതായിട്ട് ഇവിടെ നിന്ന് ബ്ലർ ചെയ്തിട്ടുള്ളത്. എന്തായാലും രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മളൊക്കെ കുറേയൊക്കെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരായത് കാരണം അത്രയാണ് നമ്മുടെയൊക്കെ മുഖത്ത് വരുള്ളൂ. അതിനുശേഷം ഞാൻ വിളിച്ചത് ദീമേമേനി ആമീനിയായിരുന്നു. ആമി ഈ ന്യൂസ് കേൾക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആവുമെന്ന് എനിക്കറിയായിരുന്നു കേട്ടോ. കാരണം ഈ ഒരു ഏജിലാണല്ലോ നമുക്ക് മാക്സിമം എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുക. ആമിക്ക് കണ്ടിട്ടൊന്നും വിശ്വസിക്കാൻ പറ്റിയായിരുന്നില്ല. കാരണം ഒരു ക്ലൂ ഉണ്ടായിരുന്നില്ലല്ലോ അവൾക്ക്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ +2 പഠിക്കുന്ന സമയത്താണ് ആമി ജനിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ +2 കഴിഞ്ഞ് എഞ്ചിനീയറിങ്ങിൽ പോകുന്ന സമയത്ത് കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കുമല്ലോ. ആ ഒരു സമയം മുഴുവൻ ഞാൻ ആമിയുടെ ഒപ്പമായിരുന്നു സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിലൊരു സ്പെഷ്യൽ കണക്ഷൻ ഓർ ബോണ്ട് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ആമിയും കൂടെ പറയേണ്ടതാണത്. അതിന് ശേഷം ഞാൻ പ്രീതമേമനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പ്രീതമേമ എൻ്റെ അമ്മയുടെ ആദ്യത്തെ അനിയത്തിയാണ് കേട്ടോ. മേമയ്ക്ക് വലിയ സർപ്രൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അമ്മ എന്നോട് പറയാതെ ഓൾറെഡി പ്രീതമേമയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു വലിയ ഭാരം ഞാൻ അങ്ങോട്ട് ഇറക്കി വെച്ചു. എൻ്റെ എല്ലാ ആൾക്കാരുടെ അടുത്തും അതൊന്നും അങ്ങോട്ട് പറഞ്ഞു. എന്താണ് വികാരം? ഹാർട്ട് ബീറ്റ് കേൾക്കാൻ റെഡി ആയിട്ട് വന്നിട്ട് കേൾക്കാൻ പറ്റാത്ത ഞാൻ വിചാരിച്ചായിരുന്നു. നമ്മളിങ്ങനെ വീഡിയോയിലൊക്കെ കാണില്ലേ? അങ്ങനെ ഹാർട്ട് ബീറ്റ് ഒരിക്കലും കേൾപ്പിക്കാൻ പറ്റില്ല എന്നല്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ 2 ഏർലിയാണ്. ഒരു 13th വീക്ക് സ്കാൻ ഉണ്ട്. ആ ഒരു സമയത്ത് അവർ ഹാർട്ട് ബീറ്റ് ആദ്യമായിട്ട് കേൾപ്പിക്കാന്നാണ് അവർ പറഞ്ഞത്. റെസ്പോൺസിബിലിറ്റി ഒക്കെ വരാൻ പോകുകയാണ്. കുട്ടികളെയൊക്കെ നിർത്തണം കേട്ടോ. ഒരു പേരന്റ് ഒക്കെ ആവാൻ പോവാണ്. കുറച്ചും കൂടെ ഫിനാൻഷ്യൽ സ്വഭാവത്തിലൊക്കെ ഒരു ചിട്ട കൊണ്ടുവരണം. ഓക്കെ, മുന്നത്തെ പോലെ ദൂരത്തോതും പാടില്ലേ. ഇഷ്ടം സ്കാനിങ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തൊട്ട് ഇനി പെട്ടെന്ന് ജോലിക്ക് കയറണം എന്നുള്ള ചിന്തയാണല്ലേ. സ്കാനിങ് കഴിഞ്ഞു എനിക്ക് പോണ വഴിക്ക് ഒരു ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചാൽ എന്തോ. ഫസ്റ്റ് ടൈം സ്കാനിങ് കഴിഞ്ഞിട്ട് ഒരു ഹോട്ട് ചോക്ലേറ്റ് ചോദിച്ചു എനിക്ക് അതൊന്ന് വാങ്ങിച്ചു തരാതെ. എനിക്കാണെങ്കിൽ എന്നോട് അവർ ചോദിക്കായിരുന്നു പ്രഗ്നന്റ് ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ. സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. കാര്യമായിട്ട് ടച്ച് വിട്ടു അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. വല്ലപ്പോഴും എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നുന്നല്ലാതെ ടയർഡാണ് കുറച്ച് അല്ലേ. പക്ഷെ അതല്ലാതെ എവറിത്തിങ് ഇസ് ഗോയിങ് നോർമൽ. ഓടി കാണിച്ച് പറയണം, എൻ്റെ മോൻ കാണിച്ച് പറയട്ടെ. അപ്പോൾ പ്രഗ്നൻസി ഭയങ്കര മെറ്റേണൽ സൈഡായിട്ട് ബന്ധമുണ്ടെന്നല്ലേ പറയുക. അപ്പോൾ എൻ്റെ മെറ്റേണൽ സൈഡിൽ ഇപ്പം അമ്മ, പ്രീതമേമ, ദീമേമ, അമ്മമ്മ അവർക്കൊന്നും പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഭയങ്കര അങ്ങനെ മോർണിംഗ് സിക്നസ്സോ അല്ലെങ്കിൽ വൊമിറ്റിങ്ങോ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ തോന്നിയാലായി എന്നല്ലാതെ വേറെ ഒന്നും അങ്ങനെ കേട്ടിട്ടില്ല. അതേപോലെ തന്നെയാണ് എനിക്കും. ഇപ്പോൾ ഒരു തവണയായിട്ട് ഞാൻ ഛർദ്ദിച്ചു. അത് ഛർദ്ദിച്ചല്ല, വിഷ്ണു ഛർദ്ദിപ്പിച്ചു. ഒരു വീട്ടിലൊരു ചീഞ്ഞൊരു പാക്കറ്റ് ചിക്കൻ വാങ്ങിച്ചു വെച്ചിട്ട് ഇത് ഒരു പ്രശ്നമില്ല. മിനിയാന്ന് രാത്രി ഇത് കഴിഞ്ഞിട്ട് അതിന് അല്ല, എനിക്ക് ഛർദ്ദിച്ചില്ല. പക്ഷെ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ എത്തിയിരുന്നു. ചീഞ്ഞൊരു പാക്കറ്റ് ചിക്കൻ ഒരു കുഴപ്പമില്ല. അത് മണത്ത് നോക്കി കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആവണമെന്നില്ല, ഏതൊരാളും ഛർദ്ദിച്ചു പോകും. അതാണ് ഫസ്റ്റ് ഒരു ഛർദി ടെൻഡൻസി വന്നത്. പിന്നെ മിനിയാന്ന് രാത്രി ഒന്ന് ഛർദ്ദിച്ചായിരുന്നു. അത് പ്രഗ്നൻസിന് വെറുതെ കുറ്റം പറയണമെന്ന് തോന്നുന്നില്ല. ആസിഡിറ്റി വന്നിട്ട് ഛർദ്ദിച്ചതായിരിക്കണം. അപ്പോൾ അതായിരുന്നു എൻ്റെ 2 ഛർദി എക്സ്പീരിയൻസ്. അതല്ലാതെ എവറിത്തിങ് ഇസ് ഗോയിങ് ഗുഡ്. ഞാനിപ്പോൾ വിഷ്ണുവിനെ വീട്ടിലിറക്കിയിട്ട് ഞാൻ എൻ്റെ ഒരു ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാനുള്ള ആഗ്രഹത്തിന് ഞാൻ പോകും കേട്ടോ. ഞാൻ ഓർത്തിരിക്കും. ഞാൻ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പ്രഗ്നൻസി ടൈമിൽ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഞാൻ വായിച്ചപ്പോൾ. ഇപ്പം കരുണ, അനുകമ്പ, സ്നേഹത്തോടെ കൂടെ വേണം പെരുമാറാൻ. ഓക്കെ, അപ്പം ഞാൻ പോയിട്ട് ഹോട്ട് ചോക്ലേറ്റ് വാങ്ങിയിട്ട് വരാം. മൊത്തമായിട്ട് അങ്ങോട്ട് ഇഗ്നോറൻസ് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു ഹോട്ട് ചോക്ലേറ്റ് കിട്ടുന്ന സ്ഥലത്തിൻ്റെ മുന്നിൽ നിർത്താമെന്ന് പറഞ്ഞു. ഞാൻ പോയി ഓടിപ്പോയിട്ട് ഹോട്ട് ചോക്ലേറ്റ് വാങ്ങിയിട്ട് വരാം. എനിക്ക് എന്തെങ്കിലും വേണോ? കാപ്പിച്ചീനോ, എസ്പ്രസോ? ബാക്കിൽ ജിങ്കിൾ ബെൽസ് പാട്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവിടെയൊക്കെ അതേ മരമൊക്കെ ഒരു ലൈറ്റ്സൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. സൈഡിലൊരു വോളിബോളിൻ്റെ കടയുണ്ട് കേട്ടോ. തൽക്കാലം വോളിബോളിനൊന്നും വേണ്ട. ഒരു ഹോട്ട് ചോക്ലേറ്റ് വാങ്ങിയിട്ട് നമുക്ക് പെട്ടെന്ന് പോകാം. വിഷ്ണുവിന് ജോലിക്ക് തിരിച്ചു കയറണം. വിഷ്ണുവിന് ജോലിയിൽ നിന്ന് ഇങ്ങനെ 1-2 മണിക്കൂർ മാറുന്നു ഒന്നും ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. പെട്ടെന്ന് പോവാം.
വീട്ടിലെത്തി. ഇനി ഇന്നത്തെ വീഡിയോ ഞാൻ ചുമ്മാ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുണ്ടല്ലോ. എന്താ വിഷ്ണുന്റെ അഭിപ്രായം? കാണിച്ചു പറയാം, ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ. വീട്ടിൻ്റെ അകത്ത് ജസ്റ്റ് വന്ന് കയറിയുള്ളൂ. 4:15 ഉള്ളൂ സമയം. 4:15 ഉള്ളൂ സമയം. പക്ഷെ നല്ല ഇരുട്ട് ഫീലാണ്. അപ്പോൾ എന്തായാലും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം. താൻ സ്ക്രീനിൽ വന്ന സ്ഥിതിക്ക് പറഞ്ഞിട്ട് പോയാൽ മതി. സസ്നേഹം. തനി മലയാളി. ഈ ഛർദിനിടയിലും പെട്ടെന്ന് എനിക്ക് ഇന്നലെ രാത്രി പുട്ടും ബീഫും കഴിക്കാൻ ആഗ്രഹം വന്നേ. പ്രതു എനിക്ക് പുട്ടും ബീഫും ഒക്കെ ഉണ്ടാക്കി തന്നു. നമുക്ക് ഈ പ്രഗ്നൻസി പീരീഡിൽ വരുന്ന ചില ആഗ്രഹങ്ങൾ ഭയങ്കര സ്ട്രേഞ്ചാണ്. കാരണം ഒരു നോർമൽ രീതിയിലിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കഴിക്കാൻ തോന്നുന്ന ഒരു കാര്യമൊന്നുമല്ല ബീഫ്. ഞാനങ്ങനെ ഒട്ടും ഒരു മീറ്റ് ലവറല്ല. പക്ഷേ ഇന്നലെ വളരെ അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു ആഗ്രഹം വന്നു. പുട്ടും ബീഫും ഒക്കെ കഴിച്ച് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം മെല്ലെ അങ്ങോട്ട് സന്തോഷത്തിൽ അവസാനിപ്പിച്ചു. അന്നത്തെ സ്കാനിങ്ങിന് ശേഷം വീണ്ടും നമ്മൾ ഒരു സ്കാനിങ്ങിനും കൂടെ പോവുകയാണ്. കാരണം എൻ്റെ ഭാഗത്ത് ചെറിയൊരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് പറ്റിയായിരുന്നു. എന്താണെന്നുള്ളത് വണ്ടി കയറിയിട്ട് പറയാം കേട്ടോ. സമയം 10 മണിയായിട്ടുണ്ട്. അത്ര നേരത്തെ ഒന്നും അല്ല. 11 മണിക്കാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ്. പക്ഷെ നല്ല ഫോഗുള്ളൊരു ദിവസമാണ്. ഹാക്കിലിരിക്കുന്നത് ഫയലാണ് കേട്ടോ. വെച്ച് വന്നപ്പോൾ അങ്ങനെയായി പോയി. അപ്പോൾ അന്ന് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 8 വീക്സ് ആകുമ്പോഴായിരുന്നു നമ്മുടെ സ്കാനിങ്ങിന് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ലാസ്റ്റ് പ്രഗ്നൻസി കാൽക്കുലേറ്റ് ചെയ്ത ഡേറ്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോയി. ഞാൻ 2 ദിവസം നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത്, പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ ഡേറ്റ് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ 8 വീക്സ് പ്രഗ്നൻ്റ് ആയിരുന്നില്ല, 7 വീക്സ് 5 ഡേയ്സ് പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു അവർക്ക് 8 വീക്സ് അല്ലെങ്കിൽ 8 വീക്സിൻ്റെ മുകളിലോട്ടുള്ളൊരു ഡേറ്റിലാണ് അവർക്ക് സ്കാനിങ്ങിൽ പ്രോപ്പറായിട്ടെല്ലാം മനസ്സിലാവുക. അതുകൊണ്ട് 10th വീക്കിൽ അവരൊരു സ്കാനിങ്ങും കൂടെ വെക്കാം. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവർ 27th ഒരു സ്കാനിങ് തരും എന്നുള്ളത്. കാരണം ക്രിസ്മസ് ഒക്കെ ആയിട്ട് ആൾക്കാർ കുറേ വെക്കേഷൻസിലായിരിക്കും. പിന്നെ അതിൻ്റെ പോലെ തന്നെ കുറച്ച് ബിസി ആയിട്ടുള്ള ടൈമാണല്ലോ. ഞാൻ ഒരു Jan 1st ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവർ എനിക്ക് അപ്പോയിൻമെൻറ്റ് തരുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവർ December 27th തന്നെ എനിക്ക് അപ്പോയിൻമെൻറ്റ് തന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് വിഷ്ണു പറയാനുള്ളത്? അന്ന് നമ്മൾ കണ്ടപ്പോൾ എന്താ പറയുക, ഫീറ്റസിൻ്റെ വലുപ്പം ഭയങ്കര കുഞ്ഞതായിരുന്നു കേട്ടോ. 10.5 മില്ലിമീറ്ററോ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. കാരണം കുറച്ച് ഏർലി ആയിരുന്നല്ലോ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത്. അപ്പോൾ വിഷ്ണുവിന് ആ വലുപ്പം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കുറച്ചും കൂടെ വലുതാവായിരുന്നു എന്നാണ് പറഞ്ഞു. ഇന്ന് തിരക്ക് കുറച്ച് കുറവാണ് കേട്ടോ. ക്രിസ്മസിൻ്റെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ ആവുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും പാർക്കിംഗ് കിട്ടി. അന്നൊരു യുദ്ധമായിരുന്നല്ലോ പാർക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മുടെ ജനറൽ ഹെൽത്തിൽ തന്നെയാണ് കേട്ടോ പ്രഗ്നൻസി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. എന്നാലും ഞാൻ ഒന്നും കൂടെ പറയാമെന്ന് വിചാരിച്ചു. ചില ആൾക്കാർക്ക് അറിയില്ലെങ്കിലോ. ഇവിടെയുള്ള എല്ലാ ആൾക്കാർക്കും, നെതർലൻഡ്സിൽ താമസിക്കുന്ന എല്ലാ ആൾക്കാരും ഇൻഷുറൻസ് എടുക്കണം, ഹെൽത്ത് ഇൻഷുറൻസ്. അതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് നമ്മൾ എല്ലാ മന്തും ഒരു പ്രീമിയം അടയ്ക്കണം. ഇപ്പോൾ ഞാനതിൽ ഫിസിയോതെറാപ്പി, ഡെൻറ്റിസ്റ്റ് അതൊക്കെ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഇൻഷുറൻസ് എടുക്കാം. അതിൻ്റെ പ്രീമിയം എല്ലാ മന്തും അടയ്ക്കണം. അത് നമ്മൾ ചെയ്യുമ്പോൾ പ്രഗ്നൻസി, ഡെലിവറി ഒക്കെ ജനറൽ ഹെൽത്തിലാണ് വരിക. അതുകൊണ്ട് തന്നെ ആ എമൗണ്ട് ഫുൾ ഇൻഷുറൻസ് കവേർഡാണ്. നമ്മൾ ഒരു പൈസ പോലും കയ്യിൽ നിന്ന് അടയ്ക്കേണ്ട ആവശ്യമില്ല. വിഷ്ണുവിന് ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2 സർജറി കഴിഞ്ഞല്ലോ. ആ 2 സർജറിക്കും നമുക്ക് 0 എക്സ്പെൻസ് ആയിരുന്നു കേട്ടോ. 0 എക്സ്പെൻസ് ആയിരുന്നു എന്നല്ല, നമ്മൾ പ്രീമിയം അടയ്ക്കുന്നതുകൊണ്ട് ഫുൾ എമൗണ്ട് കവർ ചെയ്ത് ഇൻഷുറൻസ് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെയാണ്. വിഷ്ണു എന്നിട്ട് ഈ ഓടുന്നത്, ഞാൻ ഓടിയെത്തുന്നില്ല. ഈ ഒരു പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. ഇത് മോസ്റ്റ്ലി നമ്മുടെ ലാസ്റ്റ് ഹോസ്പിറ്റൽ വിസിറ്റ് ആയിരിക്കുമേ. കാരണം നമ്മുടെ പ്രഗ്നൻസി ഹെൽത്തി ആയിട്ടാണ് പ്രൊസീഡ് ചെയ്യുന്നതെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ ഇനി അവർ നമ്മളെ മിഡ് വൈഫിൻ്റെ അടുത്തോട്ട് റെഫർ ചെയ്യുകയാണ് ചെയ്യുക. And when the scan was made the last time, the fetal part was almost the same size as the yolk sac, but the yolk sac stayed the same, and you see that the fetus has grown perfectly. We can see an arm over here, an arm over there. നല്ല രസമുണ്ടായിരുന്നു അവരിങ്ങനെ പറഞ്ഞു തരുന്ന കേൾക്കാൻ കേട്ടോ. ഞാനും വിഷ്ണുവും ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു ഈ ഒരു പ്രോസസ്സിൽ. വേണമെങ്കിൽ ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. The umbilical cord in between. Here you see the movement of the blood, but here you see the fingers. Yeah. The hands are tied together. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഡയറ്റും അതിൻ്റെ ഒപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ എന്താണെന്ന് അവർ പറഞ്ഞു തരുമായിരുന്നു.
നമ്മുടെ സ്കാനിങ് കഴിഞ്ഞു. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത്. നമ്മളിങ്ങനെ സ്കാനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് കയ്യൊക്കെ ഒന്ന് പുള്ളി അല്ലെങ്കിൽ പുള്ളിക്കാരി അനക്കി. അത് കഴിഞ്ഞ് നമ്മൾ സ്കാനിങ് കഴിഞ്ഞു, ഡീറ്റെയിൽസ് എല്ലാം അവർ പറഞ്ഞു, നമ്മുടെ ഡ്യൂ ഡേറ്റ് അവർ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സ്കാനിങ് എൻഡ് ചെയ്യാൻ നേരത്തും പുള്ളി കാലൊക്കെ നനക്കി ഒരു ഗുഡ് ബൈ ഒക്കെ പറഞ്ഞു. നല്ല രസമുണ്ടായിരുന്നില്ല ഞാൻ അത് സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ടായിരുന്നു. എന്താണ് വിഷ്ണു തോന്നിയത്? വിഷ്ണു അങ്ങനെ ഫുള്ളി ആ മൊമെന്റിൽ ഇങ്ങനെ ഇൻവോൾവ് ആയി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഏതാളാണെങ്കിലും ഇൻവോൾവ് ആയി പോയിട്ടു. അത്ര ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സീനായിരുന്നു. കഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാനൊരു ഹോട്ട് ചോക്ലേറ്റും പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ 1-2 സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഷുഗർ കഴിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു പൊടിക്ക് കൂടുതലാണ് എൻ്റെ നോർമൽ ഷുഗർ കഴിക്കുന്നതിനേക്കാളും. അതുകൊണ്ട് ഞാൻ ഹോട്ട് ചോക്ലേറ്റും കോഫിയും ഷുഗർ കഴിക്കുന്നതും പിന്നെ നാച്ചുറൽ ഷുഗർ ആണെങ്കിൽ അതും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 4-5 ദിവസത്തിന് ശേഷമാണ് ഈ ഒരു ഹോട്ട് ചോക്ലേറ്റ് കുടിക്കുന്നത്. അല്ലേ? വിഷ്ണു ബാക്കിൽ മിഡ് വൈഫിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം അവർ പറഞ്ഞു നമ്മുടെ പ്രഗ്നൻസി അടിപൊളിയായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇവിടെ ഹോസ്പിറ്റലിൽ കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. അവർ 1-2 മിഡ് വൈഫിലോട്ട് റെഫർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള മിഡ് വൈഫിനെ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ചോയ്സാണ്, നമുക്ക് ഹോം ഡെലിവറി വേണോ അതോ നമുക്ക് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഡെലിവറി ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ മോസ്റ്റ്ലി നമ്മളൊക്കെ വളർന്നു വന്ന സാഹചര്യം വെച്ചിട്ട് ഞാനൊക്കെ എന്തായാലും ഹോസ്പിറ്റലേ ചൂസ് ചെയ്യുള്ളൂ. എനിക്ക് ഈ ഹോസ്പിറ്റലിൽ തന്നെ ആയിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു വിശ്വാസം ഉള്ളതുപോലെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണം ഇവിടെ തന്നെ നമുക്ക് ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. തൽക്കാലത്തേക്കുള്ള വിശപ്പ് മാറ്റിയ സ്ഥിതിക്ക് നമുക്കിനി കാർ കയറി വീട്ടിൽ പോവാം. അടുത്ത ലക്ഷ്യം അടുത്ത ഭക്ഷണം. അങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തൊട്ടായിട്ട് എനിക്ക് കുറച്ച് ബെറ്റർ ആയത്. അതുവരെ ഞാൻ കഴിക്കുന്നത് മുഴുവൻ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് മോർണിംഗ് സിക്നസ് അല്ല, ഈവനിങ് സിക്നസ് ആണ്. മസാലയുടെ സ്മെല്ല്, സൺഫ്ലവർ ഓയിൽ, ഹാർഡ് വാട്ടർ, അത് ടാപ്പിൽ വരുന്ന വെള്ളമല്ലേ, അതൊക്കെ കുടിക്കാൻ ഭയങ്കര ടഫായിരുന്നു. ഇന്നലെ എനിക്കൊരു ബെറ്റർ ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിശ്വാസത്തിലാണ് ഞാനിങ്ങനെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഇവിടെ വരുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. ഇന്ന് എനിക്കുണ്ടായിരുന്നത് ഞാൻ ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബോഡിയിൽ ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് എന്തെങ്കിലും ഉണ്ടായിരിക്കുകയോ ബോഡി ഹെൽത്തി ആയിരിക്കുമോ എന്നുള്ളതായിരുന്നു. കാരണം കഴിക്കുന്നു, വാള് വയ്ക്കുന്നു, അങ്ങനെയായിരുന്നു കഴിഞ്ഞൊരു 2 വീക്സ് എനിക്ക്. അപ്പോൾ അവർ പറഞ്ഞു കുട്ടി എന്ന് പറയുന്നത് ഒരു റിയൽ പാരസൈറ്റ് ആണ്, അവർക്ക് വേണ്ടത് അവരെടുത്തോളും, നമ്മൾ അതിനെപ്പറ്റി ബോധേഡാവേണ്ട ആവശ്യമില്ല. ആൻഡ് കുട്ടി നമ്മുടെ ബോഡീനെ പറ്റി അധികം ബോധേഡല്ല, നമുക്ക് ക്ഷീണം വരുന്നേ ഉള്ളൂ, അല്ലാതെ കുട്ടിക്ക് പോഷകാഹാരങ്ങൾ കിട്ടുന്നത് കുറയില്ല എന്നുള്ള ക്ലാസ്സൊക്കെ അവരെടുത്ത് തന്നു. പക്ഷെ പറഞ്ഞ രീതിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം കുട്ടി വരുമ്പോൾ പുള്ളിയുടെ യോക്സാക്കൊക്കെ ആയിട്ടല്ലേ വരിക. അപ്പോൾ 3 months ഒക്കെ കഴിയുമ്പോഴാണ് റിയലായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു തുടങ്ങാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇന്ന് വെയിലിൻ്റെ ഒരു അംശം പോലും ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ. സമയം 12 മണി ആയിട്ടുണ്ട്. ഒരു ലക്ഷണമില്ലല്ലോ. അപ്പോൾ അത്രയൊക്കെയാണുള്ളൂ. നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. വീട്ടിൽ പോകണതിൻ്റെ മുന്നേ ഇപ്പോൾ വിഷ്ണുവിന് വെക്കേഷൻ ആയിട്ടുള്ള സമയമല്ല, അതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ പുതിയൊരാൾ വരികയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് അപ്ഗ്രേഡൊക്കെ വീട്ടിൽ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 1-2 കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ 1-2 കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. ഇന്ന് വാങ്ങിക്കൊന്നുമില്ല, പക്ഷെ എന്നാലും കാര്യങ്ങൾ നോക്കി തുടങ്ങണമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് നമ്മൾ പോവുകയാണ്. ഞാൻ ഈ ഒരു വ്ളോഗ് ഇനി വലിച്ചു നീട്ടുന്നില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഞാൻ എന്താ പറയുക, നമ്മൾ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തുടങ്ങി എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഞാൻ എന്തായാലും വ്ളോഗ് കൂടെ ഷെയർ ചെയ്യും. പക്ഷേ ഈ ഒരു വ്ളോഗ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും